സംസ്ഥാനത്തെ എല്ലാ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്കും ഹെൽമറ്റ് നിർബന്ധമാക്കുന്ന കാര്യത്തിൽ സർക്കാർ ഗൗരവമായ പരിഗണനയിലാണെന്ന് ഗതാഗത മന്ത്രി സി.പി. ജോൺ. സംസ്ഥാന സർക്കാരിനുള്ള ചട്ടനിർമ്മാണ അധികാരം ഉപയോഗപ്പെടുത്തി വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. തോമസ് ഉണ്ണിയാടൻ എം.എൽ.എയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ആളൂരിൽ പോലീസ് വാഹനമിടിച്ച് 2 പേർക്ക് പരിക്കേൽക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്ത സംഭവം സഭയിൽ ഉയർത്തിയായിരുന്നു ഇരിങ്ങാലക്കുട എം.എൽ.എ തോമസ് ഉണ്ണിയാടന്റെ സഭയിലെ ശ്രദ്ധ ക്ഷണിക്കൽ. ആളൂരിൽ വാഹനമോടിച്ചിരുന്ന വിദ്യാർത്ഥികൾ ഹെൽമറ്റ് ധരിച്ചിരുന്നില്ലെന്ന് ഉണ്ണിയാടൻ ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എൻ്റെ നിയമമണ്ഡലത്തിൽ ആളൂരിൽ ഈ തരത്തിലുള്ള ഇരുചക്ര ഇലക്ട്രിക് വാഹനം ഓടിച്ച് ജൂവിൻ രാജ് അതുപോലെ തന്നെ അനന്തകൃഷ്ണൻ എന്നീ വിദ്യാർത്ഥികൾക്ക് മാരക പരിക്കുകളുണ്ടായി. അതിൽ സാറേ ജൂവിൻ രാജ് മരണപ്പെടുകയും ചെയ്തു. 2 പേർക്കും ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല. പോലീസ് വാഹനമാണ് ഓടിച്ചതുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി ആ സമയത്ത് തന്നെ പോലീസ് ഡ്രൈവറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. സാമ്പത്തിക സഹായം കൊടുക്കാമെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. സാർ ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെ കേന്ദ്ര നിയമത്തിൽ വരുത്തിയൊരു മാറ്റം കൊണ്ട് നമ്മുടെ റോഡുകളിൽ പൊലിയുന്ന ചെറുപ്പക്കാരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഇത് അങ്ങേയറ്റം ഭയപ്പെടുന്ന ഒന്നാണ് സാർ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണം. സാർ, റോഡ് സേഫ്റ്റി അനുസരിച്ച് നമ്മുടെ ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്ന ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയും അവർക്ക് അപകടമുണ്ടായിരിക്കാൻ വേണ്ടിയും ഹെൽമറ്റ് ഈ ഇരുചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും അത് നിർബന്ധമാക്കുന്നതിനുള്ള നടപടി. ഹെൽമറ്റ് നിർബന്ധമാക്കുമോ എന്നായി ഉണ്ണിയാടന്റെ ചോദ്യം. സംസ്ഥാനത്ത് നിരത്തിലിറങ്ങുന്ന എല്ലാ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെയും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഹെൽമറ്റ് നിർബന്ധമാക്കുന്ന വിഷയത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി സി.പി. ജോൺ നിയമസഭയിൽ അറിയിച്ചു. 250 വാട്ട്സിന് താഴെയുള്ള പവറും 25 കിലോമീറ്റർ സ്പീഡിലധികമില്ലാത്ത വാഹനങ്ങളെ നോൺ മോട്ടോർ വെഹിക്കിൾ എന്ന വിഭാഗത്തിലാണ് ഇപ്പോൾ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇത്തരം വാഹനങ്ങൾ എന്ന രീതിയിൽ പല വാഹനങ്ങളും ഇറങ്ങുന്നുണ്ട് എന്നുള്ള അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഇനി ഇതിന് താഴെയുള്ള 25 കിലോമീറ്ററിന് താഴെയാണെങ്കിൽ പോലും ഹെൽമറ്റ് ധരിക്കാതെ പോയാൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള അപകടം ഈയിടെ കാസർഗോഡൊന്നുണ്ടായി. ഇപ്പം നേരത്തെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായി. മാത്രമല്ല, ഇത്തരം വാഹനങ്ങൾക്ക് ഇൻഷുറൻസും നിർബന്ധമല്ല സാർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വണ്ടി ഇടിച്ച ആൾക്കൊന്നും കിട്ടില്ല, ഒരു അപകട ഇൻഷുറൻസ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ കുടുംബങ്ങളുടെ ഈ ഇരകളുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഉണ്ടാക്കുന്നത്. നിലവിൽ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 129 പ്രകാരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള മോട്ടോർ വാഹനങ്ങൾക്ക് ഹെൽമറ്റ് നിർബന്ധമാണ്. എന്നാൽ 250 വാട്ടിൽ താഴെ പവറും മണിക്കൂറിൽ 25 കിലോമീറ്ററിൽ താഴെ പരമാവധി വേഗതയുമുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ നോൺ മോട്ടോർ വാഹന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതിനാൽ ഇവയ്ക്ക് ഈ വ്യവസ്ഥ ബാധകമല്ല. ഇത്തരം വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്ന സാഹചര്യം വർദ്ധിച്ചു വരികയാണെന്നും ഇവയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ പോലും ലഭിക്കാത്ത സാഹചര്യമുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര നിയമമാണ് നിലവിൽ ഉള്ളതെങ്കിലും മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 138(1)(a) പ്രകാരം സംസ്ഥാന സർക്കാരിന് ലഭ്യമായ ചട്ടനിർമ്മാണാധികാരം പ്രയോജനപ്പെടുത്തി ഈ വിഷയത്തിൽ പ്രായോഗിക പരിഹാരം കണ്ടെത്തുമെന്നും സർക്കാർ സഭയിൽ ഉറപ്പു നൽകി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം.